Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്നുള്ള ഒരു ടേമാണ്. ഇവിടെ കമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട്. പോളി കൾച്ചർ ഓർ മിക്സഡ് ഫിഷ് ഫാമിംഗ് ഓർ കമ്പോസിറ്റ് ഫിഷ് കൾച്ചർ. ഇത് മിക്സഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറേ അധികം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്പീഷീസിനെ ഒരുമിച്ചിട്ട് വളർത്തുന്നു. അതുകൊണ്ടാണത് മിക്സഡ് ഫിഷ് ഫാമിംഗ് അല്ലെങ്കിൽ പോളി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ കോമ്പറ്റീഷനൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം അവരെന്തായിരിക്കണം, കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കണം. അതേസമയം തന്നെ ഫാസ്റ്റ് ഗ്രോവിങ്ങും ആയിരിക്കണം. ഫീഡിങ് ഹാബിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഫിഷസിനെ നമുക്ക് ഒന്നിച്ചിട്ട് വളർത്തിയാൽ ആ രീതിക്കാണ് നമ്മൾ കമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പോണ്ടിനെ അതിൻ്റെ ഡെപ്ത് വെച്ചിട്ട് 3 സോൺസായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒരെണ്ണം അപ്പർ സർഫസ് സോൺ എന്ന് പറയും, രണ്ടാമത്തത് മിഡിൽ കോളം സോൺ ആൻഡ് ബോട്ടം സോൺ. 3 ഏരിയയാണ്. അപ്പം ചില സ്പീഷീസ് എന്ന് പറയുന്നത് അവർ സർഫസ് ഫീഡർ ആയിരിക്കും, മുകളിലത്തെ ലെയറിലായിരിക്കും എപ്പോഴും കാണുക. എക്സാമ്പിളായിട്ട് നമുക്ക് കട്ട്ലയെ പറയാം. ഇനി കോളം ഫീഡർ എന്ന് പറയുമ്പോൾ മിഡിൽ സോണിലുള്ള ഫീഡിങ് പ്രിഫറൻസ് ഉള്ള ഫിഷസ് ഉണ്ട്. അതിൽ എക്സാമ്പിൾ ഒരെണ്ണം ലേബിയോ രോഹിത അല്ലെങ്കിൽ രോഹു എന്ന് നമ്മൾ സാധാരണ പറയുന്ന മീനാണ്. അപ്പം അതുപോലെ തന്നെ ബോട്ടം ഫീഡർ അല്ലെങ്കിൽ ഒരു ബെന്തിക് ആയിട്ടുള്ളൊരു ഭാഗത്ത് അടിത്തട്ടിൽ കാണുന്ന മീനുകൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറൈനസ് മൃഗലയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്പീഷീസിനെയൊക്കെ നമുക്ക് ഒന്നിച്ചിട്ട് വളർത്തുവാണെങ്കിൽ ഉള്ള പോണ്ടിൽ മാക്സിമം പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും വെൻ കമ്പയർ ടു ദി മോണോ സ്പീഷീസ് ഓർ ദ മോണോ കൾച്ചർ. അവിടെ ആകുമ്പോൾ ഒരു സ്പീഷീസിനെ മാത്രമേ വളർത്തുന്നുള്ളൂ, അല്ലെങ്കിൽ സർഫസ് ഫീഡർ ആയിട്ടുള്ള ഒരു മീനെ മാത്രം ഒരു കുളത്തിൽ വളർത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതിനേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ ലാഭം നമുക്ക് പോളി കൾച്ചർ വെച്ച് ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് പോളികൾച്ചർ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. വെൻ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഫാസ്റ്റ് ഗ്രോവിങ് ആൻഡ് കോമ്പാറ്റബിൾ സ്പീഷീസ്. അത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്താൽ മാത്രം പോരാ, അവർ തമ്മിൽ കോമ്പാറ്റബിൾ ആയിരിക്കണം, അല്ലേ? ആൻഡ് ദേ ഷുഡ് ബി ഒക്യുപ്പയിങ് ഡിഫറെൻറ്റ് എക്കോളജിക്കൽ നിഷസ് ഓഫ് എ പോണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പോണ്ടിൻ്റെ പല ഏരിയയിൽ ജീവിക്കാൻ പറ്റുന്നവരായിരിക്കണം. പോണ്ടാവാം അല്ലെങ്കിൽ എനി അതർ വാട്ടർ ബോഡി. നമ്മളിപ്പോൾ ഒരു ടാങ്ക് ഉണ്ടാക്കി അതിൽ വളർത്തിയാലും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് സർഫസ്, ബോട്ടം അല്ലെങ്കിൽ മിഡിൽ ഏരിയ അങ്ങനെ ജീവിക്കുന്ന ഫിഷസിനെ when we are culturing together, and they most efficiently utilizes all the food sources available in the pond for the food production without harming each other. അപ്പോൾ നമ്മൾ ആ ഏരിയയിലുള്ള ഫുഡ് സോഴ്സസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഫിഷ് പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിക്കാണ് നമ്മൾ കമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പോളി കൾച്ചർ ഓർ കമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പോട്ടെ നമുക്ക് സെക്ഷൻ എയിലോട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് പോളികൾച്ചറിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ടു ഒബ്റ്റെയിൻ മാക്സിമം ഈൽഡ് ഓർ ഫിഷ് പ്രൊഡക്ഷൻ, ടു യൂട്ടിലൈസ് ഓൾ അവൈലബിൾ നിഷസ്. ആൻഡ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ഒരു പോണ്ടിലെ സർഫസും മിഡിലും ബോട്ടവുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റണം, മാക്സിമം ഫിഷ് പ്രൊഡക്ഷൻ കിട്ടണം. ഇനി നമ്മൾ ഒന്നിച്ച് വളർത്തുന്ന ഫിഷസ് കാരണം എക്കോളജിക്കൽ ഇൻബാലൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഈ ഫിഷസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീരിയസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കണം അവരുടെ ഗ്രോത്തിന് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്ന മീൻ, അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് അക്വാട്ടിക് വെജിറ്റേഷനാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, അക്വാട്ടിക് വെജിറ്റേഷൻ കഴിച്ചിട്ട് ആ പ്ലാന്റിൻ്റെ ടിഷ്യൂവിനെ അത് അതിൻ്റെ ബോഡിയിൽ ഫ്ലഷ് ആക്കി മാറ്റും. അതിനുശേഷം ഈ ഫിഷിൻ്റെ എസ്ക്രീറ്റ എന്ന് പറയുന്നത് ആ പോണ്ടിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യൽ എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് സംഭവിക്കുക. ഒരു പോണ്ടിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ പോണ്ടിലുള്ള എല്ലാ ജീവികൾക്കും അത് ബെനിഫിഷ്യലായിട്ട് മാറുകയാണ്. ഓക്കെ, പിന്നെ ചില മീനുകൾക്കെന്ന് പറയുമ്പോൾ വേസ്റ്റ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം അത് ഫുഡാക്കി മാറ്റിയിട്ട് ഒരു എന്താ പറയുക, ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന പോലത്തെ ചില വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില ഫിഷസ് ഉണ്ടായിരിക്കും. അപ്പോൾ വേസ്റ്റ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് അവരത് ഫുഡാക്കി കഴിച്ചോളൂ. എക്സാമ്പിളായിട്ട് നമുക്ക് കോമൺ കാർപ്പ് അല്ലെങ്കിൽ മൃഗൽ ഓർ കോമൺ കാർപ്പ് എന്നൊക്കെ പറയുന്ന മീനുകളെ നമുക്ക് ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ ഈ 2-3 രീതികളാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നൊക്കെ ഒരു സെക്ഷൻ ബിയിലോട്ടൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി ഒറിജിൻ ഓഫ് പോളികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ചൈനയിലും ഇന്ത്യയിലുമായിരുന്നു ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഫാമേഴ്സ് ബൈ ചാൻസ് അവർക്ക് മിക്സ് ആയിട്ടുള്ള ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുകയും അവർ ദേ വർ ഫോഴ്സ് ടു റിയർ ദ ഡിഫറെൻറ്റ് കാർപ്പ് സ്പീഷീസ് ടുഗദർ അണ്ടിൽ ദേ റീച്ച് ടു ദ ഫിംഗർലിംഗ് സ്റ്റേജ്. അപ്പോൾ ഫിംഗർലിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പടത്തിൽ കാണിച്ചു തരാം. നമ്മൾ ഫിഷിൻ്റെ എഗ്സ്, അത് കഴിയുമ്പോൾ എംബ്രിയോ, അതിനുശേഷം അത് ലാർവയായി മാറും. പിന്നീട് വരുന്ന കുഞ്ഞി സ്റ്റേജിനെയാണ് നമ്മൾ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. ഇവിടെ ഫ്രൈ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് കുറച്ചും കൂടി നീളം വെക്കുമ്പോൾ അതിന് നമ്മൾ ഫിംഗർലിംഗ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ചൈനയിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്ന ഫാമേഴ്സ് അവരുടെ മീനിനെ ഒരുമിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് പോണ്ടിലിട്ട് വളർത്തുന്ന സമയത്ത് ഫിംഗർലിംഗ് സ്റ്റേജ് ആയ സമയത്താണ് അവർ മൾട്ടിപ്പിൾ സ്പീഷീസ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അവരങ്ങനെ നിർബന്ധിക്കപ്പെട്ടു അതിനെ ഒന്നിച്ച് വളർത്താൻ വേണ്ടി. അപ്പോഴാണ് അവർ ഒബ്സർവ് ചെയ്തത് ഇവർക്ക് പല പ്രിഫറൻസസ് ആണ്, പല സ്ഥലങ്ങളിൽ ആണ്, ചിലർ മുകളിലും ചിലർ അടിത്തട്ടിലും ചിലർ നടുക്കുമൊക്കെ വളരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് അഡ്വാൻറ്റേജസ് ആണല്ലോ എന്ന് കണ്ടിട്ട് പിന്നെ അത് ആ ഒരു രീതി കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഒറിജിൻ ഓഫ് പോളികൾച്ചർ എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്ന് പറയാനുള്ള പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് കോമ്പിനേഷൻസ് ഓൾറെഡി അറിയാവുന്നവരാണ്. കട്ട്ല അവർ സർഫസ് ഫീഡറാണ്. അപ്പോൾ പർട്ടിക്കുലർലി അവർ ഫീഡ് ചെയ്യുന്നത് എന്തിനൊക്കെ ആയിരിക്കും? പ്ലാങ്ക്ടോണിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ അല്ലെ, പൊങ്ങിക്കിടക്കുന്ന പ്ലാങ്ക്ടൺസിനെ ആയിരിക്കും അവർ കഴിക്കുക എന്ന് പറയാം. പിന്നെ കോളമായിട്ടുള്ള ഫീഡർ, അതായത് മിഡിൽ പോർഷനിൽ കാണുന്നത് ലേബിയ രോഹിത, ഒരു രോഹു, അതെന്തായിരിക്കും കഴിക്കുക? അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സും ആൽഗിയ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഡീക്കേയിങ് ആയിട്ടുള്ള പാർട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ കഴിക്കുക. ഇനി ബോട്ടം ഫീഡറായിട്ട് നമുക്കൊരു എക്സാമ്പിൾ മൃഗൽ ഓർ സിറേനസ് മൃഗല, അവർ ശരിക്കും താഴെ ജീവിക്കുന്നവരാണ്. അപ്പം മുകളിൽ ജീവിക്കുന്ന ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാന്റ്സിൻ്റെയോ ഒക്കെ ഈ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഡെഡ് ആൻഡ് ഓർഗാനിക് മാറ്റർ ഒക്കെ താഴെ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ അതായിരിക്കും അവർ കഴിക്കുക. അപ്പോൾ അങ്ങനെ 3 ഇനി ബോട്ടം ഫീഡറിന് നമുക്ക് ഇനിയും ഒരു എക്സാമ്പിൾ പറയാം. ലേബിയോ കൽബാസു, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി കൽബാസു എന്ന് പറയുന്ന ഒരു മീനാണ്. അത് ബന്ധിക്കായിട്ടുള്ള ഡെറ്റുറ്റസ് ആയിട്ടുള്ള സംഭവങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിച്ചു വളരുന്നതാണ്. ഓക്കെ, പിന്നെ പുതിയ പല സ്പീഷീസിനെയും കണ്ടുപിടിക്കാനുള്ള റിസർച്ചസ് അങ്ങനെ പല കോമ്പിനേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുഗൾ സെഫാലസ് എന്ന് പറയുന്ന ഒരു ബന്ധിക്കായിട്ടുള്ളൊരു മീനിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർണിവോറസ് ആയിട്ടുള്ള ഫിഷ് ഉണ്ട്, അതിനെ നമ്മൾ ചിത്താൽ എന്ന് പറയും. ആ മീനിനെയും ഒക്കെ നമ്മൾ ഈ വീഡ് ഫിഷസ് എന്ന് പറഞ്ഞിട്ട് ചില മീനുകളുണ്ട്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാർണിവോറസ് ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ഈ പോളികൾച്ചർ ഏരിയയിൽ നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ ഈ പോളികൾച്ചർ സിസ്റ്റത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറവ് കോമ്പിനേഷൻസിനെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ല എന്ന് തന്നെ പറയാം. അപ്പം കൂടുതൽ കോമ്പിനേഷൻസ് അങ്ങനെ അറിയണം എന്നുള്ളത് നമുക്കിപ്പോൾ അറിവില്ല എന്നുള്ളതൊരു ഡ്രോബാക്കായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന് പല ഏരിയയിൽ ജീവിക്കുന്നതുകൊണ്ട് ഫുഡ് പ്രിഫറൻസസ് പലതാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോമുലേറ്റഡ് ഫീഡ്സ് ഉണ്ടല്ലോ, അത് കൊടുക്കുമ്പോൾ ഇവർക്ക് കോമ്പറ്റീഷൻസ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും അസസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോയിൻ്റാണ്. അതൊരു ഡ്രോബാക്കായിട്ട് പറയാം. പിന്നെ നമുക്കതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി ഫീഡിങ് ഒരു എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ല. അതുപോലെ തന്നെ ലേബർ ചാർജ് കൂടുതലായിരിക്കും. സ്കിൽഡ് നോളേജ് വേണം, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് നമുക്ക് ആവശ്യമാണ്. കാരണം ഇതേപോലെയുള്ള സീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിത്തുകളാണ്, അല്ലെങ്കിൽ മുട്ടകൾ, അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞു സ്റ്റേജിലുള്ള ഫിഷുകളെയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഏതൊക്കെ സ്പീഷീസാണ്, ഇനി അത് കിട്ടുന്നത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് ഒരു സ്പീഷീസ് ആയിട്ടുള്ള മീനെ വളർത്തുന്നതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതൊരു ഡ്രോബാക്കായിട്ട് പറയാം. ഇനി ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് വേറൊരു കാര്യമാണ് ഈ കൺസ്യൂമർ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളുടെ സൗകര്യത്തിന് ഈ പറയുന്ന ഏരിയയിലൊക്കെ ഒരു കുളത്തിൽ നമ്മൾ പലതരം മീനുകളെ വളർത്തി, പക്ഷേ കൺസ്യൂമർ അക്സെപ്റ്റൻസ് ഇല്ലെങ്കിലോ മാർക്കറ്റ് ഡിമാൻഡ് ഇല്ലെങ്കിലോ നമ്മൾ വളർത്തിക്കൊണ്ടു പോകുന്ന മീനുകളെ ആളുകൾ വാങ്ങിക്കുന്നില്ലെങ്കിലോ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഡിഫറൻസസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ടഡ് ആണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുന്ന ഇതാണ്, പോളികൾച്ചറിന് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മോഡേൺ രീതിയിൽ നമ്മൾ മോണോകൾച്ചർ അല്ലെങ്കിൽ ഒരു മീനെ മാത്രം വളർത്തുന്ന രീതിയാണ്. അപ്പോൾ അത് ഡിമാൻഡ് അനുസരിച്ച് കൺസ്യൂമർ പ്രിഫറൻസ് ഉള്ള മീനുകളെയൊക്കെ വളർത്തുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്കൊരു കൺക്ലൂഷനായിട്ട് പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് പോളികൾച്ചർ. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.